മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/11/2000 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 1-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, ശനി, 2-ൽ രാഹു, 3-4 ഭാവങ്ങൾ ശൂന്യം, 5-ൽ കുജൻ, 6-ൽ ചന്ദ്രൻ, ബുധൻ, 7-ൽ സൂര്യൻ, 8-ൽ ശുക്രൻ, കേതു, ഗുളികൻ. 9, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഈ വ്യക്തിയുടെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ഉള്ള അന്വേഷണങ്ങളിലൊക്കെയാണ് എന്നറിയാൻ കഴിഞ്ഞു. ഇദ്ദേഹം വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ, ജാഗ്രത, മുൻകരുതൽ എടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? 1. ലഗ്നത്തിൽ വ്യാഴം, ശനി. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 8-ൽ കേതുവിനോടൊപ്പം ഗുളികനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. കുജൻ്റെ 4-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. അങ്ങനെ ലഗ്നാധിപനുമായി ബന്ധപ്പെട്ട് തന്നെ, വിവാഹകാരകനുമായി ബന്ധപ്പെട്ട് തന്നെ കാരണങ്ങൾ ഇതൊക്കെയാണ്. എന്നിരുന്നാലും ലഗ്നാൽ 7-ൽ സൂര്യൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ. ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെയേറെ ജാഗ്രതയോടെ വേണം വിവാഹത്തെ ഈ വ്യക്തി കാണാനായിട്ട്. അതല്ലാത്ത പക്ഷം മോശമായിട്ടുള്ളതോ മനസ്സിന് ഇഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ വിവാഹത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിലേക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമെന്ന് പറയുമ്പോൾ ലഗ്നാൽ 7-ൽ സൂര്യൻ നിൽക്കുന്നു. അവിടേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി, അതുപോലെ തന്നെ 7-ാം ദൃഷ്ടി ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ശനിയുടെ 7-ാം ദൃഷ്ടി ശത്രുവായ സൂര്യനിലേക്ക്, പ്രത്യേകിച്ചും കുജൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതൊരു പ്രധാന കാരണം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദശ എന്ന് പറയുന്നതും ശനി ദശയിൽ സൂര്യൻ്റെ അപഹാരവുമാണ്. ഈ സമയത്തൊക്കെ നടത്തി കൊടുക്കുന്ന വിവാഹങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. ഒരല്പം സാവകാശം കാണിക്കുക. അതുപോലെ തന്നെയാണ് വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ്റെ അവസ്ഥ. ശുക്രൻ ഇവിടെ നിൽക്കുന്നത് 8-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊപ്പം ഗുളികനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റിട്ടാണ്. ആ ഗുളികനാകട്ടെ 7-ലേക്ക് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയും ഈ പറയുന്ന ശുക്രൻ നിൽക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഇപ്പോൾ വിവാഹം, റിലേഷൻഷിപ്സ്, പ്രണയം പോലെയുള്ള കാര്യങ്ങളുടെ എല്ലാം കാരകനാണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വളരെ കുറവാണ് ഈ വ്യക്തിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ശുക്രനോടൊപ്പം ഒരു കേതുവോ അല്ലെങ്കിൽ ഒരു രാഹുവോ അല്ലെങ്കിൽ ഒരു ശനിയോ ഒക്കെ നിന്നാൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പൊതുവെ. പക്ഷേ ഇവിടെ 8-ൽ കേതുവിനോടൊപ്പം ഗുളികനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കുജൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. ആ ഗുളികൻ 7-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് അല്പസ്വല്പം മോശം അനുഭവങ്ങൾ ഉണ്ടായേ തീരുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വ്യക്തി ലഗ്നാൽ 5-ൽ കുജനാണ്. അത്ര വലിയ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അത്ര വലിയ വിനയത്തോടെ നിന്ന് പെരുമാറുന്ന രീതിയൊന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടായിക്കോണമെന്നില്ല. രൂക്ഷമായി തന്നെ പ്രതികരിക്കും. കട്ടി മനസ്സും ഉണ്ടാവും. അപ്പോൾ വരുന്നയാളും അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ തർക്കങ്ങൾ ഒഴിഞ്ഞ നേരം കാണില്ല എന്ന് സാരം. തർക്കങ്ങളാണ് പല വിധത്തിലുള്ള വലിയ വലിയ കാരണങ്ങളിലേക്ക് ഏതൊരു വ്യക്തിയെയും നയിക്കുന്നത്. തർക്കം അതിൻ്റെ ഒരു തുടക്ക സ്റ്റേജ് മാത്രമാണ്. ഇത് ഒടുങ്ങാത്ത തർക്കങ്ങളാവുമ്പോൾ പ്രശ്നം വഷളായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഏതൊരു ആളുടെ ലൈഫിലും കാണാറുള്ളത്. ഇവിടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഗ്നാൽ 7-ൽ സൂര്യൻ നിൽക്കുമ്പോൾ
വരുന്നയാളും അല്പസ്വല്പം വാശിയും കടുംപിടുത്തവും മുൻകോപവും ഒക്കെ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടുന്നതാണ്. അവിടേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ശനിയുടെ ദൃഷ്ടിയുണ്ട്, അതുപോലെ തന്നെ രാഹുവിൻ്റെ 6ാം ദൃഷ്ടിയുമുണ്ട്. ഇതെല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി പ്രത്യേകം മുൻകരുതലുകൾ എടുത്ത് തന്നെ പോകുക. ഇത്തരം വ്യക്തികളൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് നാളും ജാതകവും കാര്യങ്ങളും എല്ലാം ഒത്തു വന്നാൽ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുമായി കൃത്യമായി സംസാരിച്ച് തനിക്ക് ചേർന്ന ആളാണ്, ഒരേ വേവ് ലെങ്ത്തിൽ പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം വിവാഹത്തിലേക്ക് പോകുക. വലിയ തർക്കങ്ങളിലേക്കൊന്നും എടുത്തു ചാടി പോകാതിരിക്കുക. ജാതകത്തിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ പക്വതയോടെ ചിന്താശേഷിയോടെ എടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വിശാഖമാട നക്ഷത്രം വ്യാഴദശയിലായിരുന്നു ജനനം. 2015 വരെ ജന്മശിഷ്ടമായിട്ട് വ്യാഴദശ കിട്ടിയിട്ടുണ്ട്. അതായത് 2000 ജനിച്ച ഒരാൾക്ക് 2015 വരെ വ്യാഴദശ കിട്ടിയെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം മാത്രമാണ് പിന്നീട് അവിടെ കഷ്ടി. കുറച്ച് മാസങ്ങൾ മാത്രമാണ് വ്യാഴദശ പൂർണ്ണമായിട്ടും അനുഭവപ്പെടാൻ ബാലൻസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ശനിദശയാണ് 2034 വരെ. ലഗ്നത്തിൽ വ്യാഴത്തോടൊപ്പം നിൽക്കുന്ന ശനിയാണ്. അവിടേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. ശനി സൂര്യനിലേക്കും ദൃഷ്ടി ചെയ്യുന്നത്. സൂര്യൻ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഈ പറയുന്ന ശനിദശയിലൊക്കെ ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ശനിദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് വരിക ബുധദശയാണ്. 2ൻ്റെയും 5ൻ്റെയും ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് 6ൽ ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന ബുധൻ. ഈ ഒരു കാലയളവിലൊക്കെ തർക്കങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ വാക്കുകളുടെ ഉപയോഗം പോലെയുള്ള ചിന്തകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരല്പസ്വല്പം പക്വതയോടെ തന്നെ ചെയ്തു വേണം മുന്നോട്ട് പോകാനായിട്ട്. അതിനുശേഷമാണ് കേതു. 2058 വരെയുള്ള 7 കൊല്ലക്കാലം കേതു ദശയാണ്. കേതു ഗുളികനോടൊപ്പമാണ്, 8ലാണ് നിൽക്കുന്നത്. ശുക്രൻ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവ് തന്നെയാണത്. അതുപോലെ തന്നെയാണ് ശുക്രദശ. ഈ വ്യക്തി പ്രധാനമായിട്ടും ശുക്രൻ്റെ അപഹാരങ്ങൾ വരുന്ന സമയത്ത്, അത് ഗുരുവിലായിക്കോട്ടെ, ശനിയിലായിക്കോട്ടെ, ബുധനിലായിക്കോട്ടെ, കേതുവിലായിക്കോട്ടെ, ഇനി ശുക്രദശ തന്നെ വന്നാലും പ്രത്യേകം കരുതി തന്നെ വേണം ശുക്രൻ്റെ അപഹാരങ്ങളെയും ശുക്രദശയെയും കാണാനായിട്ട്. കാര്യം ശുക്രൻ ലഗ്നാധിപനുമാണ്. ലഗ്നാധിപന് നല്ല രീതിയിൽ നെഗറ്റീവ്സും ഈ ഗ്രഹനിലയിലുണ്ട്. ശുക്രൻ പൊതുവെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനോടൊപ്പം ശുഭഗ്രഹങ്ങൾ വന്നാൽ തന്നെ, ശത്രു അല്ലാത്ത ഗ്രഹങ്ങൾ വന്നാൽ തന്നെ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകും. പക്ഷേ ഇവിടെ കേതുവും ഗുളികനും രാഹുവിൻ്റെ ദൃഷ്ടിയും കുജൻ്റെ ദൃഷ്ടിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ശുക്രദശ ഒരല്പം ടഫ് തന്നെയായിരിക്കും, കട്ടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു സമയത്തൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ഒരു ജാഗ്രത, ശ്രദ്ധ, അബദ്ധങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ ഒരു സമയകാലത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ജീവിത അനുഭവങ്ങളും പരിചയവും പക്വതയും ഒക്കെ സ്വാഭാവികമായിട്ടും കൈവരും. അപ്പോൾ അതുകൂടെ വേണം പരിഗണിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് എന്ന് സാരം. ശേഷമാണ് രവി, ചന്ദ്രൻ തുടങ്ങിയ ദശകൾ. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ശനിദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടത്തുന്നത് നല്ല രീതിയിൽ ആലോചിച്ചും ശ്രദ്ധിച്ചും വേണം. കാര്യം ശനിയും സൂര്യനും ശത്രു ഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരല്പം കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഒഴിവായി വരികയും ആ സമയത്തേക്ക് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഒന്നുകൂടെ സുഗമമായിട്ട് അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി
കൃത്യമായി ലഗ്നാധിപനെ വച്ചും, അതായത് ലഗ്നത്തെ കൊണ്ടും ലഗ്നാധിപനെ വച്ചും ഒക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയാണ് എങ്കിൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. ദവാംശത്തിലും ശുക്രൻ നിൽക്കുന്നത് ശത്രുവായ സൂര്യനോടൊപ്പം തന്നെയാണ്. അപ്പോൾ ശുക്രൻ ഇവിടെ ഒരു രീതിയിലും അദ്ദേഹത്തിന് ഗുണപ്രദമായിട്ടല്ല നിൽക്കുന്നത്. ലഗ്നാധിപൻ കൂടായിപ്പോയി ശുക്രൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായ പരിഹാരങ്ങൾ ശുക്രനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അതിനുള്ള ഒരു ഗുണം ഒരു 60-65%, ഒരു 70% വരെ അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.